മോർണിംഗ് ഗൈസ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. എനിക്ക് നല്ല ഉറക്ക ക്ഷീണമുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ഇന്നലെ അങ്ങോട്ട് ഉറങ്ങാനായില്ല. അപ്പോൾ മുഖമൊക്കെ ഇങ്ങനെ ആ ഒരു മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ ഉള്ളൊരു രീതിക്കാണുള്ളത്. നമുക്കിന്ന് 2 ലൊക്കേഷൻസ് ആണ് കവർ ചെയ്യാനുള്ളത്. ഇവിടെയുള്ള മാക്സിമം ലൊക്കേഷൻസൊക്കെ നമ്മൾ കവർ ചെയ്തു കേട്ടോ ഇന്നലെ. സോ ഇന്ന് നമുക്ക് മെയിനായിട്ട് ആ ഡ്രാഗൺ പോലെ കിടക്കുന്ന ഒരു ബീച്ചില്ലേ, അവിടെയാണ് പോകാനുള്ളത്. അർജുവ കെലിങ്കൻ ബീച്ച് അങ്ങനെ എന്തോ പറയാ. നമ്മൾ പെട്രോൾ അടിക്കാൻ നിർത്തിയതാണ്, പിന്നെ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് പെട്രോൾ ഇതാ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബോട്ടിലാണ് ഇവിടെ കിട്ടുക. ഇങ്ങനെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ചെറിയ ചെറിയ ഇങ്ങനെ ഷോപ്പിലൊക്കെ ഇങ്ങനെ പെട്രോൾ ഇങ്ങനെ വിൽക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പൈസ അധികമായിരിക്കും നോർമൽ സ്റ്റേഷനിൽ കിട്ടുന്നതിലും. ഞങ്ങൾ വരുന്ന ഇതെടുത്തപ്പോൾ 20,000 അടിച്ചിട്ടുണ്ടായിരുന്നത് 2 ലിറ്റർ. ഇവിടെ അത് 40 അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ കെലിങ്കൻ ബീച്ചിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അർജു ഒരു ഹാറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഫൈനലി ഗൈസ് നമ്മൾ കെലിങ്കൻ ബീച്ചിൽ റീച്ച് ആയിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ, അടിപൊളിയാണ്. നല്ല ആളുകളുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ നല്ല കുരങ്ങന്മാരും ഉണ്ട്. പക്ഷെ നിങ്ങളെ കാണിച്ചു തരാൻ നോക്കിയപ്പോൾ കാണുന്നില്ലല്ലോ. കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു, കണ്ടോ? ഫോണൊക്കെ എടുത്തുകൊണ്ടോ എന്നുള്ളൊരു പേടിയാണ്. സേ അപ്പം നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത് എല്ലാവർക്കും പേടിയാവുക. നമ്മളിനി തിരിച്ച് പോവുകയാണ്. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ ബൂത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നമ്മളല്ലാതെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഇവിടെ നിന്നൊരു എന്താ ഇളനീര് വെള്ളം കുടിക്കാന്ന് വിചാരിച്ചു. ആകെ ടയർഡായി ഗൈസ്. നല്ല വെയിലൊക്കെയാണ്. ഇവിടുത്തെ ഇളനീര് എങ്ങനെ ഉണ്ടാച്ചു? നല്ല അല്ലേ? നമ്മളെ നാട്ടിൽ അത്ര പവറില്ലെങ്കിലും ഇതിന്റെ ഉള്ളിലത്തെ നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റാ. വെള്ളത്തിന് നമ്മളെ നാട്ടിൽ അത്ര പവറില്ല, സ്ട്രോങ് അല്ല. മധുരമൊക്കെ അല്ലേ? മധുരം ഉണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ തന്നെ ശൂരല്ലേ, അതില്ല. അത് കള്ളാവുന്നതായിരിക്കും. കള്ളാവുന്നൊന്നല്ല. ഗൈസ്, അപ്പം നമ്മൾ ടെംപ്ലിംഗ് ബീച്ചിലെത്തിയാണ്. നമ്മൾ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബൈക്ക് ഒരു സ്ഥലത്ത് നിർത്തിയതായിരുന്നു. എന്നിട്ട് അവിടുന്ന് വേറെ ബൈക്ക് ഹയർ ചെയ്തതാണ്. കാരണം ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള റോഡ്സാണ്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിന് ഞാനും അർജുവും പറഞ്ഞ് അടിയായി. അർജു പറഞ്ഞാൽ നല്ല റോഡായിരിക്കും. പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത റോഡാണ്. ഭയങ്കര സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പാണ്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതും ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല സ്ലിപ്പറി ആവാനും ചാൻസ് ഉണ്ട്. സോ നമ്മൾ അത് ചൂസ് ചെയ്തു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തേക്കും നല്ലോണം ഇറങ്ങാനുണ്ടാവും. ഇറങ്ങുന്ന പിന്നെ ബുദ്ധിമുട്ടില്ല. തിരിച്ച് കേരളാണ് ഗൈസ് ടാസ്ക് വരിക. സോ എനിക്കറിയില്ല. ഇത് കണ്ട അങ്ങ് ഇറങ്ങണം. അയ്യോ ഗൈസ്, ഇതിലേക്ക് പോകാനുള്ള വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ പാറ നോക്ക് എന്ത് ഭംഗിയാണെന്നറിയോ. ഓ ഭയങ്കര ഭംഗി. എനിക്കറിയില്ല, എനിക്കിത് കാണുന്നവരെ ഭംഗിയായിട്ട് തോന്നുക. കാരണം ഫോണിൽ എത്രമാത്രം ഇതുണ്ടാവും, ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കാണുന്നതിൻ്റെ അത്രയും അടിപൊളിയാണ്. ഓ സീന് ഗൈസ്. ഇവിടെ ബീച്ചിലേക്ക് ഞങ്ങൾ വന്നതാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. ഇത് ആക്ച്വലി ഒരു ഹിഡൻ ജെമ്മാണ്. കാരണം ഇവിടെ അങ്ങനെ ആരും അധികം വിസിറ്റ് ചെയ്തിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നല്ല ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഭയങ്കര അടിപൊളിയാണ് ഈ വ്യൂവിലിരുന്ന് ഊഞ്ഞാലൊക്കെ ആടാൻ. എനിക്ക് എടുത്തു തരുമോ അർജു? ഇവിടെ കുറേ ഹിഡൻ സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പം നേരെ വേറെ സൈഡിലേക്ക് വന്നപ്പോൾ ഇവിടെയും നമുക്ക് ബീച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് മീൻസ് ജസ്റ്റ് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്.
നമ്മളിതാ തിരിച്ച് റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങണം. ഗൈസ്, നമ്മൾ ഫുള്ള് പാക്ക് ചെയ്തു. തിരിച്ച് പാക്ക് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടാ. എൻ്റെ സ്കിൻ കെയർ എസെൻഷ്യൽസ് വിട്ടുപോകാതെ ഞാൻ തിരിച്ച് പാക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഓരോ സാധനം ഇങ്ങനെ എവിടെയെങ്കിലും വെച്ച് മറന്നു പോലുണ്ട് ഞാൻ. അപ്പോൾ ഫേസ് വാഷ് ഉണ്ട്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതുപോലെ തന്നെ ഒരു ഫേസ് സിറം ഉണ്ട്. ഇത് വൈറ്റമിൻ സി സിറമാണ്. അതുപോലെ തന്നെ എക്കോളജിക്കയുടെ ലിപ് ബാം മസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മളിനി ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നേരെ ഭക്ഷണം കഴിക്കണം. എന്നിട്ട് നമ്മൾ നുസ പെനീഡ പോർട്ടിലേക്ക് പോകും. നേരെ തിരിച്ചിനി സനൂറിലേക്ക്. നമ്മൾ പോർട്ടിന്റെ അടുത്തുള്ള ഒരു കഫേയിലേക്ക് വന്നതാണ് ഇപ്പം ഭക്ഷണം കഴിക്കാനായിട്ട്. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഫേയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബീച്ച് വ്യൂ ആണ്. ഒരു ബോഹോ വൈബില് വരുന്നൊരു കഫേ ആണ്. എന്ത് ഭംഗിയാണെന്നറിയാം. ഇവിടെ തന്നെ ഒരു പൂളൊക്കെ ഉണ്ട്, പിന്നെ ബീച്ചും. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് പോർട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ പോർട്ടിലെത്തിയിട്ടുണ്ട്. സെമ്പാവു ഹിൽസ് ഫാസ്റ്റ് ബോട്ട് എന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ടു നുസ പെനീഡ ടു സനൂർ. നുസ പെനീഡയെന്ന് അതൊക്കെയാണ് ടൈമിങ് വരുന്നത്. 1:30. ഇപ്പോൾ ഒരുപാട് പേരുണ്ട് തിരിച്ചു പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ബോർഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. സോ നമ്മൾ പോവാണ്. ഇങ്ങനത്തെ ലഗേജ് എല്ലാം എടുത്ത് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടുന്ന് ട്രാവൽ ചെയ്യാനെല്ലാം. സോ ബെറ്റർ ബാക്ക് പാക്സ് ക്യാരി ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ അത് ആകെ 2 ഡ്രസ്സ് എടുത്ത് മാത്രം വരിക അങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ. നമുക്ക് ഇത്രയും ബാഗുണ്ട് ഗായ്സ്. ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതിനും പിന്നിലും ഒരുപാട് ഇങ്ങനത്തെ ഹാർഡ് വർക്കൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നുസ പെനീഡയ്ക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് സനൂർ പോർട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഗായ്സ്, നമ്മൾ നുസ പെനീഡയിൽ നിന്ന് സനൂർ പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഉബൂദിലേക്ക് പോകുന്നതായിരിക്കും. നമ്മൾ നെക്സ്റ്റ് 2 days ഉബൂദിലായിരിക്കും സ്പെൻഡ് ചെയ്യാൻ പോകുന്നുണ്ടാവുക. എന്താ, ഞങ്ങളങ്ങനെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് ഉബൂദിലേക്ക്. അർജു അവിടെ പോയിട്ട് വെള്ളം വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. നല്ലോണം വെള്ളത്തിന് ദാഹിക്കുന്നു. ക്ലൈമറ്റ് കുഴപ്പമില്ല കേട്ടോ, വെയിലൊന്നും ഇന്നില്ല, എന്താ അറിയില്ല. ഗായ്സ്, അപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അർജു ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ ചെയ്യാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഇവിടുന്ന്. ഓ മൈ ഗോഡ്, ഞങ്ങളിത് എക്സ്പെക്ട് ചെയ്തില്ല. ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോൾ ഡൗട്ടായിരുന്നു, ഈശ്വര ഇനി ഇതല്ലേ ബുക്ക് ചെയ്തത് എന്നുള്ളത്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. നമുക്കൊരു പ്രൈവറ്റ് ചെറിയ വാട്ടർഫോളൊക്കെ ഉണ്ട്. നമ്മളിതാ റൂമിലേക്ക് പോവുകയാണ് ഗായ്സ്. അപ്പം ഞാൻ നിങ്ങൾക്ക് നമ്മളെ റൂം ടൂർ കാണിച്ചു തരാം. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്യൂ ഉള്ള കാര്യമാണ് റൂം നല്ല വൃത്തിയായിരിക്കണം. നമുക്ക് അറിയില്ലല്ലോ എങ്ങനത്തേതാ കിട്ടുക എന്നുള്ളത്. ബട്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എത്തിയപ്പോൾ ഇതാണോ നമ്മൾ ബുക്ക് ചെയ്തത് എന്നുള്ളൊരു ഡൗട്ട് വരെ നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും ചിലപ്പോൾ നാളത്തേക്ക്. എനിവേസ് നമുക്ക് എന്തായാലും നോക്കാം. നമ്മളിപ്പോൾ എന്തായാലും പൂളിലേക്കൊക്കെ പോകുന്നതായിരിക്കും. നല്ല പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഫുൾ കാടിൻ്റെ ഒരു ചുറ്റും കാടില്ലേ, ആ ഒരു വൈബാണ്. എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തതൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇനി ദ ബെസ്റ്റ് പാർട്ട് വാഷ്റൂം. അതിന് മുന്നേ കണ്ടോ ഇവിടുത്തെ എന്താ ഡോസൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാം, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, വാഷ്റൂം കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. നമുക്കൊരു ചെറിയ ബാത്ടബൊക്കെ വരുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം തന്നെയാണ്. എനിക്ക് ടൈൽസൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ, അടിപൊളിയാണ്. എനിവേ
എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര പേടി. അർജുനാണ് എന്നെ ഫോഴ്സ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര പേടിയാ അർജുൻ. ആ അത്ര ആയിക്കോട്ടെ, എനിക്ക് പേടിയാ. പോടാ. ഇല്ല. നമ്മള് കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഇവിടുന്ന് ബൈക്ക് റെന്റ് എടുക്കുകയാണ്. ഇവിടെ റിസപ്ഷനിൽ പറഞ്ഞപ്പോൾ തന്നെ അവര് നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. പൈസ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. പുറത്ത് ഇവിടെ എത്ര റേറ്റ് എന്നറിയില്ല. നമ്മളപ്പം ബൈക്ക് റെന്റ് എടുക്കേണ്ട പ്രൊസീജിയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനാവുന്നത് 130. പിന്നെ ബാലിൻ്റെ കറൻസിക്ക് പറയാം റുപ്പീസ്, ബാലിനീസ് റുപ്പീസ്, ഇന്തോനേഷ്യൻ റുപ്പിയ എന്നാണ് പറയാം. അപ്പോൾ അത്രയാണ് വരുന്നത്. നമ്മൾ നുസാ പെനീഡിയിൽ നിന്ന് എടുത്തത് 90,000 ആയിരുന്നു. 80 ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു കുറച്ചുകൂടെ നല്ല ബൈക്ക് എടുത്തുകൊണ്ട് 1 lakh പറഞ്ഞത്. അപ്പോൾ അത് 90 ആക്കി തന്നു. ഗൈസ്, നല്ല മഴയാണ് പുറത്ത്. അപ്പം ഞങ്ങൾ ATV ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ ഇറന്നായിരുന്നു നല്ല പ്രൈസിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞങ്ങളെ പറ്റിച്ചതൊന്നും അറിയില്ല. എന്തായാലും അവരെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. നമ്മളിതാ ഈ ഒരു ടൂർ പാക്കേജാണ് എടുത്തിരിക്കുന്നത്. നമ്മള് ഒരു മസാജിന് കയറുകയാണ്. ഞാനാണെങ്കിൽ പിന്നെ ഒന്ന് ഹെയർ ഡ്രൈ ചെയ്യാന്ന് വിചാരിച്ച് കയറാൻ പോവാണ്. ഇവിടെ കണ്ടപ്പോൾ നമ്മൾ റേറ്റ്സ് ഒക്കെ ചോദിച്ചു. സോ ലെറ്റ്സ് ഗോ. നമ്മളിതാ തിരിച്ച് റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ പിസ്സ വാങ്ങിച്ചപ്പോൾ കുറച്ച് അധികമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടേക്ക് അവേ എടുത്തു. പോവാ. നല്ല രസമുണ്ട് ലൈറ്റില്. ഓ പിന്നെ